ഗൈസ്, ഐ എം ലക്ഷ്മി. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള സെക്കൻഡ് ഡേ ആണ്. ഇന്ന് വെളിയിൽ അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് തന്നെ വാമപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേർത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ലോവർ ബോഡി വർക്കൗട്ടാണ്. ഫസ്റ്റ് ഡേ നമ്മൾ അപ്പർ ബോഡി വർക്കൗട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് നമ്മൾ ലോവർ ബോഡി വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് ലഞ്ചസ് വെച്ചിട്ടാണ് സ്റ്റാർട്ടാക്കിയത്. എനിക്കാണെച്ചെങ്കിൽ ഈ വർക്കൗട്ട് തീരെ ഇഷ്ടമല്ല, കാരണം ഇത് ഭയങ്കര ഹാർഡാണ് ആൻഡ് പെയിൻഫുള്ളും ആണ്. പിന്നെ ഇതിന് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ വീഴാനൊക്കെ വേണ്ടി പോവും. ഇത് മുന്നേ ചെയ്തിട്ടുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. അങ്ങനെ നമ്മൾ ലഞ്ചസ് എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ പോയത് ഈ ഒരു വർക്കൗട്ട് ചെയ്യാനാണ്. ഈ വർക്കൗട്ടിൻ്റെ പേരാണ് ലെഗ് എക്സ്റ്റൻഷൻ. ഇതെനിക്ക് മുന്നേയും അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടായിരുന്നു. അതിനുശേഷം ഞാൻ വേറെ കുറേ വർക്കൗട്ടൊക്കെ ചെയ്തു, പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല. ഇത് അവസാനമായിട്ട് ചെയ്യണതാണ്. ഇതിൻ്റെ പേരാണ് കാഫ് റൈസ് എന്ന് പറയുന്നത്. നമ്മുടെ കാഫ് മസിൽസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് നമ്മുടെ കാഫ് മസിൽസിലാണ് നമ്മുടെ രണ്ടാമത്തെ ഹാർട്ട് ഇരിക്കുന്നതെന്നാണ്. കാരണം അവിടെ നിന്ന് നന്നായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. വർക്കൗട്ട് ചെയ്തതിന് ശേഷം വേഗം ഓടിപ്പോവാതെ നമ്മൾ ആ ചെയ്ത മസിൽസിന് വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചിങ് കൂടെ ചെയ്തിട്ട് പോവുകയാണെച്ചെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണെന്നല്ല, ഈ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. കാരണം വർക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മസിൽസിനൊരു റിക്കവറി വരാനും ആ ഒരു സ്റ്റിഫ്നെസ് മാറാനും പെയിൻ കുറയ്ക്കാനും ഈ ഒരു സ്ട്രെച്ചിങ് കൊണ്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ലെഗ് വർക്കൗട്ട് ചെയ്ത കാരണം ലെഗിനായിട്ടുള്ള സ്ട്രെച്ചിങ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലതാണെങ്കിലും ഒടുക്കത്തെ വേദനയാണ് ഗൈസ്. ഞാൻ അവിടെ കിടന്ന് കീറി പൊളിക്കായിരുന്നു. അതിനുശേഷം ഞാൻ കുഞ്ഞിനും സ്ട്രെച്ചിങ് ചെയ്തു കൊടുത്തു. അല്ല, നിനക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ വ്യത്യാസം തോന്നണേ? ഒരു പമ്പ് പോയില്ലേ, സ്റ്റിഫ്നെസ് പോയില്ലേ? സ്ട്രെച്ച് ചെയ്താൽ എന്താ ഉണ്ടാവുക? മസില് അല്ല, റിക്കവർ ആവും വേഗം. ബ്ലഡ് സർക്കുലേഷൻ കൂടും, അപ്പോൾ റിക്കവറി കുറച്ച് ഫാസ്റ്റ് ആവും. സ്ട്രെച്ച് ചെയ്യുമ്പോൾ പെൽവിക്കത്തെയും ഓരോ ജോയിൻറ്റത്തെയും ടെൻഡൻസൊക്കെ എക്സ്പാൻഡ് ആവും. അപ്പോൾ ടെൻഡൻസ് ആണ് ലിഗമെൻറ്റിനായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കും. ലിഗമെൻ്റാണ് മസിലിനായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്. സോ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ടെൻഡൻസ് എക്സ്പാൻഡ് ആകുമ്പോൾ ഫ്ലെക്സിബിലിറ്റി കൂടും. സോ അങ്ങനെ മൾട്ടിപ്പിൾ ബെനിഫിറ്റാണ് ഉള്ളത്. പേഷ്യൻസ് വേണം, കൺസിസ്റ്റൻസി വേണം, അല്ലാണ്ട് പെട്ടെന്ന് ആവില്ല. ട്രെയിനിങ് വേണമെങ്കിൽ പറഞ്ഞാൽ മതിയിട്ടെങ്കിൽ വെബ്സൈറ്റൊക്കെ ഉണ്ട്. 1250 രൂപ തരണം പേ ചെയ്തു തന്നതിന്. കാശ് എടുത്തിട്ട് ഡയലോഗ് അടി. സെക്ഷൻ 1250 രൂപ കറന്റ് ചാർജ്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. മടിവാള. അപ്പൊ നമ്മൾ കിസ്മത്ത് മടിവാളയിലേക്കാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. പറഞ്ഞില്ലേ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിശപ്പ്. അതെ, അപ്പം വിശപ്പില്ലാത്തവർ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. നന്നായിട്ട് വിശപ്പ് കണ്ടോളൂ. എനിക്ക് തീരെ വിശപ്പില്ല. ഓക്കെ ഗൈസ്, ബൈ. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പുറത്തോട്ട് പോവാണ്. അതിൽ പറഞ്ഞ പോലെ കിസ്മത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കിസ്മത്ത് ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണ്. അവിടെ നമ്മുടെ നാടൻ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് പോവാം. ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഇവിടെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഫുഡിന് വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളും അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. ഈ ഒരു റെസ്റ്റോറൻറ്റ് മൊത്തത്തിലൊരു മഞ്ഞമയായിരുന്നു. മാത്രമല്ല ചുമരിലൊക്കെ നമ്മുടെ തലയും രംഗണ്ണും എന്ന് വേണ്ട എല്ലാ മെയിൻ ക്യാരക്ടേഴ്സും ഉണ്ടായിരുന്നു. മാത്രമല്ല നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഈ ഒരു റഷ് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല പാട്ടൊക്കെ സെറ്റ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഐറ്റംസ്.
അങ്ങനെ നമ്മൾക്ക് സീറ്റൊക്കെ കിട്ടി. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാനിരിക്കുകയാണ്. അപ്പം കുഞ്ഞിനൊരു മീൽസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുഞ്ഞിന് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ കപ്പയും വേറെ എന്തെങ്കിലുമൊക്കെ പറയാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കപ്പ അവിടെ രാത്രിയാണ് ഉണ്ടാവുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചട്ടിച്ചോറാണ് പറഞ്ഞത്. ചട്ടിച്ചോറ് ആവാൻ ഒരു 10-15 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടുത്തെ മെയിൻ സ്പെഷ്യലായിട്ടാണ് ബീഫ് പള്ളിക്കറി. അതാണ് കുഞ്ഞൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നാട്ടിലേതുപോലുള്ള ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. എനിക്കും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ഞാൻ ബീഫിൻ്റെ അത്ര അധികം ഫാനല്ല. പിന്നെ നമ്മളൊരു വറുത്ത മീൻ വാങ്ങിച്ചു. വറുത്തത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. കിളിമീൻ അതുപോലെ അയില ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അയിലയാണ് എടുത്തത്. അങ്ങനെ 10 മിനിറ്റൊന്നും എടുക്കാതെ തന്നെ എൻ്റെ ചട്ടിച്ചോറ് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ചട്ടിച്ചോറിലുണ്ടായിരുന്ന ഫുഡ്. അപ്പം എനിക്കതിൽ എക്സ്ട്രാ ഒരു വറുത്ത മീൻ ഉണ്ടായിരുന്നു എന്ന് മാത്രം. എനിക്കാണെങ്കിൽ അത് ഇഷ്ടമില്ലാത്ത കാരണം ഞാനത് കുഞ്ഞിന് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. മീൻ മാത്രമല്ല കേട്ടോ, ഒരു ചിക്കൻ പീസും കൂടെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അതിൻ്റെ നെക്ക് പോർഷൻ കിട്ടിയ കാരണം അതിൽ മാംസമൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ലാവിഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോവാണ്. എന്തായാലും കായലും കടലിലും പോയതിനേക്കാളും വേർത്തായിട്ടാണ് തോന്നിയത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അങ്ങനെ ചെറിയൊരു മഴയൊക്കെ കൊണ്ട് വീട്ടിലേക്ക് പോവാണ് ഗൈസ്.